സ്വസ്ഥരായവർ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മന്നിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. സ്വർഗഭാഗ്യം ഇത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. 49 അയത്തുള്ള ഖൊമേനിയുടെ ഭരണം വരുന്നതും ഞാൻ ഓർപ്പിക്കട്ടെ. അത് മുസ്ലിം ലോകത്തെ രണ്ടായി തിരിച്ചതിൽ സുന്നികളും ഷിയകളും. ഷിയ മുസ്ലിംസ് ആണ് ഇറാനിലുള്ളത്. ഈ ഷിയ മുസ്ലിങ്ങൾക്ക് അപകടപൂർണമായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്. നിങ്ങൾ ചോദിച്ചേക്കാം, ഇറാൻ എന്തിനാണ് ഭീകരവാദികളായ ഹെസ്ബുള്ളയും ഭീകരവാദികളായ ഹമാസിനെയും ഭീകരവാദികളായ ഹൂത്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ 3 ഭീകരവാദികളെ മാത്രമല്ല, ലോകത്തിലുള്ള അനേക ഭീകരവാദികളെ പണം കൊടുത്ത് സഹായിക്കുന്നതാണ്. ആംസ് കൊണ്ടും പണം കൊണ്ടും സഹായിക്കുന്നതാണ് ആര്? ഇറാൻ. എന്താ അതിൻ്റെ കാരണം? അവരുടെ മതപരമായ വിശ്വാസമാണ്. എന്താണ് അവരുടെ മതപരമായ വിശ്വാസം? അവരുടെ മതപരമായ വിശ്വാസം നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. ഇസ്ലാം 2ആയി ഭാഗിക്കപ്പെട്ടു. ഒന്ന് സുന്നി മുസ്ലിങ്ങൾ, ഒന്ന് ഷിയ മുസ്ലിങ്ങൾ. അതായത് മുഹമ്മദ് നബിയുടെ മരണശേഷം ആര് ഭരിക്കണമെന്നുള്ളതിനുള്ള ബന്ധത്തിലാണ് ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഈ ഷിയ മുസ്ലിങ്ങൾ അവർ പറയുന്നു മുഹമ്മദിൻ്റെ ഡിസെൻഡൻ്റായ 12ാമത്തെ മഹദി, അദ്ദേഹത്തിൻ്റെ പേരാണ് ഇമാം മഹദി, അദ്ദേഹം ഡിസപ്പിയർ ചെയ്ത് കാണാതെ പോയി. അദ്ദേഹം 9th സെഞ്ച്വറിയിൽ ഈ ഡിസപ്പിയർ. അദ്ദേഹം ഒരു ബാലനായിരിക്കുമ്പോൾ കാണാതെ പോയി. പക്ഷെ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഹിഡൻ ഇമാം എന്നാണ് ഷിയകൾ പറയുന്നത്. ഹിഡൻ ഇമാം. ഈ ഇമാം മഹദി മടങ്ങി വരും. അവർ വിശ്വസിക്കുന്നു യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ കാലത്തിൻ്റെ അന്ത്യത്തിൽ ഈ ഇമാം മഹദി മടങ്ങി വരും. 12ാമത്തെ മഹദിയെ കാണാതെ പോയി. ആ മഹദി കാലത്തിൻ്റെ അന്ത്യത്തിൽ മടങ്ങി വരും. എന്നാൽ അപകടം അവിടെയല്ല. ഷിയകൾ വിശ്വസിക്കുന്നത് ഈ ഇമാം മഹദി മടങ്ങി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ അരാജകത്വം വർദ്ധിക്കുമ്പോഴാണ്. അരാജകത്വം വർദ്ധിക്കുമ്പോൾ അതിനെ ക്രമീകരിക്കാൻ, ഒരു സമാധാനപരമായ ലോകം സ്ഥാപിക്കാൻ, ഷിയകളുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഇമാം മഹദി മടങ്ങി വരും. ക്രിസ്ത്യാനികൾ പറയാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തണം, യേശുക്രിസ്തുവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തണം. ഷിയകളുടെ ചിന്താഗതി അനുസരിച്ച് അവരുടെ ഇമാം മഹദി വരുന്നത് എപ്പോഴാണ്? ലോകത്തിൽ അരാജകത്വം വർദ്ധിക്കണം. അപ്പം മനസ്സിലായോ എന്തിനാണ് ഈ ഭീകരവാദങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്? ലോകത്തിൽ അരാജകത്വം ഉണ്ടാകട്ടെ, യുദ്ധമുണ്ടാകട്ടെ, കലാപങ്ങൾ ഉണ്ടാകട്ടെ. ഈ കലാപങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ഇമാം മഹദി അതിൻ്റെ പരിഹാരത്തിന് വരും. ഹേസൻ ദ കമ്മിങ് ഓഫ് ഇമാം മഹദി, 12th മഹദി. ഈ മഹദി മടങ്ങി വരാൻ അവർ ത്വരിതപ്പെടുത്തുന്നതാണെന്ത്? ഈ വിപ്ലവങ്ങളും ഈ തീവ്രവാദങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവർ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് അറിഞ്ഞില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹെസ്ബുള്ളയെ തകർക്കുവാൻ ലെബനോനിലും, അതുപോലെ തന്നെ ഹൂത്തികളെ തകർക്കുവാൻ ഗാസയിലുമൊക്കെ ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ പറന്നുയർന്ന് അത് കൂട്ടമായി പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, റഷ്യയിൽ നിന്നും അവരുടെ കൂട്ടങ്ങളിൽ നിന്നും മേഘം പോലെ ഇസ്രയേലിൻ്റെ നേരെ വരുമെന്ന് ദൈവം രേഖപ്പെടുത്തി. നോക്കുക, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും പല ജാതികളും മേഘം പോലെ എൻ്റെ ദേശത്തെ മൂടേണ്ടതിന് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സൈന്യമായിരിക്കും വരുന്നതെന്ന് ഓർത്ത് നോക്കുക. ഇന്നത് സാധിപ്പിക്കുവാൻ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ എസെക്കിയേൽ പ്രവചനം
38 അധ്യായത്തെ ആസ്പദമാക്കി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഓർപ്പിച്ചു, അന്ത്യകാലം അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അതിൻ്റെ മത്തായി 24:7 വാക്യത്തെ ആസ്പദമാക്കി ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് എതിർപ്പെട്ട് സാമ്രാജ്യങ്ങൾ ചേർന്ന് ആഗോളമായി ഒരു യുദ്ധം ആരംഭിക്കുകയും അതോട് ചേർന്ന് പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. അതെല്ലാം നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. 1917 ജൂലൈ മാസം 29 ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും 2 പക്ഷങ്ങളിലും ആളുകൾ കടന്നു വന്നു. ഓസ്ട്രിയയുടെ പക്ഷത്തിൽ ജർമ്മനിയും സെർബിയയുടെ പക്ഷത്തിൽ ബ്രിട്ടനും, അതുപോലെ ബ്രിട്ടൻ്റെ കൂടെ ഐക്യ സഖ്യങ്ങൾ എന്ന് പറയുന്ന അലൈഡ് ഫോഴ്സസ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്നു. അമേരിക്കയുടെ ഭടന്മാര് നേവിയിലുള്ളവര് മരിച്ചപ്പോൾ അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആഗോളമായി ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ലോകം ആദ്യമായ ഒരു യുദ്ധം അങ്ങനെ കാണുന്നു. അന്ന് അതിന് കൊടുത്ത പേര് മഹായുദ്ധമെന്നാണ്. ആ യുദ്ധം നമ്മൾ ഇവിടെ ഓർക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. നമ്മൾ കണ്ടു ഈ യുദ്ധത്തിൻ്റെ മധ്യത്തിലാണ്, അതായത് 1918 വരെയാണ് ഒന്നാം ലോകമഹായുദ്ധം. 1917 നവംബർ മാസത്തിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദന് മാതൃരാജ്യം കൊടുക്കുവാൻ, പലസ്തീൻ്റെ മണ്ണിൽ ഒരു രാജ്യമുണ്ടാക്കാൻ അനുകൂലമാണെന്ന് പ്രഖ്യാപിക്കുന്ന ബാൽഫോർ ഡിക്ലറേഷൻ. അത് വന്നത് TNT ഉണ്ടാക്കി കൊടുത്തു ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ ആവശ്യം മാനിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ പ്രഖ്യാപനത്തോടുള്ള ബന്ധത്തിൽ യഹൂദന്മാര് കുടിയേറുവാൻ തുടങ്ങി. 1800 പലസ്തീൻ്റെ മണ്ണിൽ യഹൂദന്മാരെ തപ്പിയാൽ ഒരു 10,000 പേരിൽ അധികമില്ല. എന്നാൽ കുറേശ്ശെ അവിടെ കുടിയേറുവാനായിട്ട് ആരംഭിച്ചു. നമ്മൾ മറ്റൊരു കാര്യം കണ്ടു. 1917 നവംബറിലാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായതും 1917 നവംബറിലാണ് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ്, അതായത് സോവിയറ്റിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് സാർ ചക്രവർത്തിമാരെ കൊന്ന ശേഷം ഒരു മീറ്റിംഗ് കൂടുന്നതും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ റഷ്യ നമ്മൾ കണ്ടു യാതൊരു പുരോഗമനവുമില്ലാതെ ഒരു രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രാമുഖ്യമില്ലാതെ കിടന്ന രാജ്യം ഈ സാർ ചക്രവർത്തിമാരെ കൊന്ന ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ശേഷമാണ് ആ മാറ്റങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ശേഷം രണ്ടാം ലോകയുദ്ധം ഉണ്ടാകുന്നു. രണ്ടാം ലോകയുദ്ധം 1939 തൊട്ട് 1945 വരെയാണ്. 6 വർഷം നീണ്ടു നിന്ന യുദ്ധം. നമ്മൾ ഓർക്കണം, ആ യുദ്ധത്തിലാണ് ഹിറ്റ്ലറും മറ്റും ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ലോക മനസാക്ഷിയെ മരപ്പിച്ചു. വളരെ ദുഃഖം ജനങ്ങൾക്കുണ്ടായി. അത്രമാത്രം യഹൂദൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ 1947 UN തീരുമാനമെടുക്കുകയാണ്, ആ പലസ്തീൻ്റെ മണ്ണിൽ അവർക്കൊരു രാജ്യമുണ്ടാക്കാൻ സ്ഥലം കൊടുക്കണം. 1948 മെയ് മാസം 14 ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഭൂമുഖത്ത് വീണ്ടും പിറന്നു വീഴുകയാണ്. അത് 48 മെയ് മാസം 14 നമ്മൾ ഓർക്കണം, 1917 കഴിഞ്ഞ് 48 ആകുമ്പോഴത്തേക്ക് റഷ്യയും സടകുടഞ്ഞെഴുന്നേറ്റ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ശേഷം അവർ ഒരു വലിയ സൈനിക ശക്തിയായി മാറുകയാണ്. നമ്മൾ വീണ്ടും നോക്കാം. നമുക്ക് ഓർക്കണം, എന്നാൽ ബൈബിളിൽ ശ്രദ്ധിക്കുമ്പോൾ 3 ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് ബൈബിളിൽ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 21 അധ്യായം നമുക്കൊന്ന് നോക്കാം. ഇതൊരു സൂചനയാണ്, നമുക്ക് അവിടെ അത് കാണാനായിട്ട് കഴിയുന്നു. എസെക്കിയേൽ പ്രവചനം 21 അധ്യായത്തിൻ്റെ 26 തൊട്ടുള്ള വാക്യം, 26, 27 ദൈവം പറയുകയാണ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാനതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം
അത് ഇല്ലാതെയിരിക്കും, അവന് ഞാനത് കൊടുക്കും. നമ്മൾ വളരെ വ്യക്തമായി ഓർക്കണം, ഇവിടെ ഭരണകൂടങ്ങളുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഞാൻ കിരീടങ്ങൾ എടുത്തു കളയും, മകുടം നീക്കിക്കളയും. രാജഭരണമാണ് കിരീടധാരണം കൊണ്ട് കാണുന്നത്. ഞാൻ മകുടം നീക്കും, കിരീടം എടുത്തു കളയും. നമ്മൾ ഓർക്കണം, ഇന്ത്യ സ്വതന്ത്രം പ്രാപിക്കുമ്പോൾ 47 സ്വതന്ത്രമാകുമ്പോൾ ഏതാണ്ട് 625 നാട്ടുരാജാക്കന്മാരുണ്ട് ഇന്ത്യയിൽ. ക്രൗണും ടർബണും ധരിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് ഒരാളെയെങ്കിലും കാണിക്കാമോ കിരീടധാരികളായി? ഇല്ല. ഇന്ന് കിരീടം കാണണമെങ്കിൽ, അവർ ധരിച്ച ടർബൺ കാണണമെങ്കിൽ, തലപ്പാവ് കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകണം. ദൈവം പറഞ്ഞത് കണ്ടോ, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. എന്നിട്ട് ദൈവം എടുത്തു പറഞ്ഞു, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഡെമോക്രസിയുടെ ഒരു വാക്കാണത്. താണതിനെ ഉയർത്തുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡെമോക്രസിയിൽ ഭരിക്കുന്നത് ആരാണ്? ഈ താണതിനെ ഉയർത്തുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയാറുണ്ടല്ലോ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ചായവാല അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു, ആ ഒരു ജോലിയിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ, വലിയ രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയായി മാറി. നമ്മുടെ ഓരോ സ്ഥലത്തും നോക്കി, നമ്മുടെ ഓരോ സ്റ്റേറ്റുകളും നോക്കി, ഞാൻ താണതിനെ ഉയർത്തി, ഉയർന്നതിനെ താഴ്ത്തും. എവിടെയാണ് രാജഭരണത്തിന് വാണ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ, അവരൊക്കെ താണു. അടുത്തായിട്ട് എടുത്ത് പറഞ്ഞു, ഇത് സംഭവിക്കുന്നത് 3 ഉന്മൂലനാശം കൊണ്ടാണ്. ഞാനതിന് ഉന്മൂലനാശം വരുത്തും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓവർടേൺ ഐ വിൽ ഓവർടേൺ. ഞാൻ എല്ലാം തിരിച്ചു മറിക്കും. ഒരു യുദ്ധം തകിടം മറിക്കുന്നതാണ്, ഉന്മൂലനാശം വരുത്തുന്നതാണ്. 2 ലോകമഹായുദ്ധം ലോകം കണ്ടു. 1-ാം ലോകമഹായുദ്ധം ആദ്യം തകിടം മറിഞ്ഞു, ഉന്മൂലനാശമുണ്ടായി. 1914 തൊട്ട് 18 വരെ 4 വർഷം നീണ്ടു നിന്ന യുദ്ധം 2ാമത് തകിടം മറിഞ്ഞു. 1939 തൊട്ട് 45 വരെ 6 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഓവർടേൺ അല്ലെങ്കിൽ ഉന്മൂലനാശം. ഈ 2ാം ലോകയുദ്ധമാണ് ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കാൻ ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് തീരുമാനമെടുക്കുന്നത്. എന്നെ സഹോദരന്മാരെ, ഒരു ഉന്മൂലനാശം കൂടെയുണ്ട്, ഒരു ഓവർടേണിംഗ് കൂടെയുണ്ട്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവകാശമുള്ളവൻ വരും. ഇതിന്റെ അവകാശി ആരാണ്? യഹൂദന്റെ രാജാവായി പിറന്നത് ദൈവപുത്രൻ, അവൻ അവകാശിയാണ്. വരുവീൻ, അവൻ അവകാശി. മത്തായി 21:38 യഹൂദന്മാർ പറയുന്ന വാക്കാണ്, വരുവീൻ, ഇവൻ അവകാശി, ഇവനെ പിടിച്ച് കൊന്നുകളയുക. നമ്മുടെ കർത്താവിനെ ഘോഷിച്ചു. എന്നാൽ പിതാവ് പറഞ്ഞു, നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. സങ്കീർത്തനങ്ങൾ 110, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുന്നത് വരെ എന്നെ വലത്ത് ഭാഗത്തിരിക്കുക. കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ വരുന്നത് 3ാമത്തെ ഉന്മൂലനാശത്തിന്റെ ശേഷമാണ്. നമ്മൾ തിരുവചനത്തിൽ കാണുന്നു അർമ്മഗദോൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിലാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. 1ാം ഉന്മൂലനാശം, 400 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന തുർക്കിയുടെ കയ്യിൽ നിന്ന്, ഓട്ടോമൻ എംപയറിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നു പലസ്തീന്റെ മണ്ണ്. 2ാം ലോകമഹായുദ്ധം 1939 തൊട്ട് 45 വരെ 6 വർഷം നീണ്ടു നിന്ന യുദ്ധത്തിൽ 60 ലക്ഷം യഹൂദനെ കൊന്നൊടുക്കി ഹിറ്റ്ലറും മറ്റും. UN തീരുമാനമെടുത്തു, അവർ ഈ വിധത്തിൽ ഇനി കഷ്ടം അനുഭവിക്കരുത്. അവർക്ക് രാജ്യം വേണം, അവരുടെ പിതാക്കന്മാരുടെ രാജ്യം. ഈ ബാൽഫോർ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവിടെ അവർക്കൊരു ചെറിയ സ്ഥലം രാജ്യമായി കൊടുക്കാൻ തീരുമാനിച്ചു. 1948 മെയ് മാസം 14-ാം തീയതി അവർ സ്വതന്ത്രമായി മാറി. ഇപ്പോൾ നമ്മൾ ഓർക്കണം, 2 ലോകമഹായുദ്ധമാണ് ഇസ്രയേൽ രാഷ്ട്രം പിറന്നു വീഴുവാനിടയാക്കിയത്. 3ാമത്തെ ലോകമഹായുദ്ധം ഇസ്രയേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോവുകയാണ്. നമ്മൾ ആ ഭാഗം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, കാലങ്ങൾ മുന്നോട്ട് കഴിയും തോറും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ പോലെ ഈറ്റുനോവിന് ആക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈറ്റുനോവിന് ആക്കം കൂടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, 2 പട്ടണങ്ങൾ,
ഒന്ന് ഈ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ, മറ്റൊന്ന് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രയേലിന്റെ തലസ്ഥാനം യെരുശലേം. ടെലവീവാണ്, പക്ഷേ യെരുശലേമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ കേന്ദ്രം. നമ്മൾ ഒരു കാര്യം ഓർക്കണം, റഷ്യ 1917 ഒക്ടോബർ മാസത്തിൽ അവർ സോവിയറ്റ് യൂണിയൻ ഒഫീഷ്യലി റിനൗൺസ്ഡ് ഗോഡ്, ദൈവത്തെ തെള്ളിപ്പറഞ്ഞു. 1917 ഒക്ടോബർ മാസം. അതേസമയം യെരുശലേം സിറ്റി ഓഫ് ഗോഡ്, ഞാൻ സിയോനെ തെരഞ്ഞെടുത്തു, എൻ്റെ രാജാവിനെ അവിടെ വാഴിക്കും. സങ്കീർത്തനങ്ങൾ 2 നമ്മൾ വായിക്കുന്ന വാക്യം. മറ്റു വേദഭാഗങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഞാൻ ആ വാക്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അവിടെ ചോദിക്കുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, എൻ്റെ സങ്കീർത്തനങ്ങൾ 2:6, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു വാക്യം കൂടി ഒന്ന് വായിച്ചോട്ടെ. സഖറിയാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. സഖറിയാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിന്റെ മധ്യേ വസിക്കും. യെരുശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും. അവൻ മടങ്ങി വന്ന് യെരുശലേമിൽ വസിക്കാൻ പോവുകയാണ്. അത് സംഭവിക്കണമെങ്കിൽ മൂന്നാമത് ഒരു ഓവർടേണിംഗ് ഉണ്ടാകണം. 2 പ്രാവശ്യം ഉന്മൂലനാശം സംഭവിച്ചതിൻ്റെ ഫലമായി ഇസ്രായേൽ ഒരു രാജ്യമായി തീർന്നു. എന്നാൽ നമ്മൾ ഓർക്കണം, ഇനിയും ഒരിക്കൽ കൂടെ അത് സംഭവിക്കും. 2 പ്രാവശ്യം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ സംഭവിച്ചു. മൂന്നാമതും ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ആ 3-ാം ലോകയുദ്ധം സംഭവിക്കും. എന്നാൽ നമ്മളിവിടെ കണ്ടതുപോലെ നമ്മൾ ഓർക്കണം, ഈ നൂറ്റാണ്ടുകൾ 2624 വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ ഈറ്റുനോവ് ആരംഭിക്കുന്നത് ഏതാണ്ട് നമ്മൾ കണ്ടതുപോലെ 79, 80, 100 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ ആക്കം കൂടുകയാണ് ചരിത്രത്തിൽ. നമ്മൾ ജീവിക്കുന്ന ഇന്ന് ഈ പ്രവചനങ്ങൾ നിവർത്തിക്കത്തക്കവണ്ണം അതിൻ്റെ ഈറ്റുനോവിൻ്റെ ആക്കം കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആ വാക്യം വായിക്കട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. എൻ്റെ സഹോദരന്മാരെ, മേഘത്തെ മൂടുക, മേഘം പോലെ കയറി വരും, നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് അറിഞ്ഞില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹെസ്ബുള്ളയെ തകർക്കുവാൻ ലെബനോനിലും, അതുപോലെ തന്നെ ഹൂത്തികളെ തകർക്കുവാൻ ഗാസയിലുമൊക്കെ ഇസ്രയേലിന്റെ വിമാനങ്ങൾ പറന്നുയർന്ന് അത് കൂട്ടമായി പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, റഷ്യയിൽ നിന്നും അവരുടെ കൂട്ടങ്ങളിൽ നിന്നും മേഘം പോലെ ഇസ്രയേലിന്റെ നേരെ വരുമെന്ന് ദൈവം രേഖപ്പെടുത്തി. നോക്കുക, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും പല ജാതികളും മേഘം പോലെ എൻ്റെ ദേശത്തെ മൂടേണ്ടതിന് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സൈന്യമായിരിക്കും വരുന്നതെന്ന് ഓർത്ത് നോക്കുക. ഇന്നത് സാധിപ്പിക്കുവാൻ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നാൽ ഇത് റഷ്യയാണെന്ന് എങ്ങനെ കാണാൻ കഴിയും? ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ കണ്ടത് നമ്മൾ കണ്ടു. അവരെ ജാതികളുടെ മധ്യത്തിൽ നിന്ന് കൂട്ടി. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. എസെക്കിയേൽ 36 കടന്ന് വായിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം വായിക്കുന്നു, 21 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. അത് ദൈവം ചെയ്യുന്നതാണ്. ഐ വിൽ എന്ന് 21 പ്രാവശ്യം. ഈ 36-ാം അധ്യായത്തിൽ മാത്രം. ഈ 36 അധ്യായത്തിലെ 21 ഐവിലും ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്നതാണ്. അതിലൊരു വാക്യം ഞാൻ വായിച്ചോട്ടെ. ആ 36-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. ആരായി ഇവരെ മടക്കി കൊണ്ടുവന്ന്? സ്വർഗത്തിലെ ദൈവമാണ് അവരെ കൂട്ടിവരുത്തിയത്. ഇസ്രായേൽ രാഷ്ട്രം അവിചാരിതമല്ല.
ഇവിടെ പറയുന്ന നോക്കി, സകല ദേശങ്ങളിൽ നിന്നും. എന്നെ സൗരന്മാരെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ വാക്ക് 2624 വർഷം മുമ്പ് രേഖപ്പെടുത്തിയതാണ്. ഇതെത്ര സത്യമാണ്. ഇന്ന് ഇസ്രായേലിൽ ജീവിക്കുന്നവര് ഏതാണ്ട് 130 രാജ്യങ്ങളിൽ നിന്ന് വന്നവരാ. 130 കൺട്രീസ്. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന്, സകല ദേശങ്ങളിൽ നിന്നും കൂട്ടും, നിങ്ങളെ സ്വന്തം ദേശത്ത് വരുത്തും. പല രാജ്യങ്ങളും പല സാമ്രാജ്യങ്ങളും അവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങൾ വെച്ച് നീട്ടി. അവർക്കറിയാം ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുന്നത് ലോക സമാധാനത്തിന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ജനപ്പാർപ്പ് കുറവുള്ള സ്ഥലത്ത് രാജ്യം സ്ഥാപിക്കുക. 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടിയതാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ, വിയറ്റ്നാം, നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പ്രദേശം, ഓസ്ട്രേലിയയിലെ മെൽബൺ, ഇങ്ങനെ ജനപ്പാർപ്പ് കുറവുള്ള സ്ഥലങ്ങൾ ഇസ്രയേലിന് വെച്ച് നീട്ടി. നിങ്ങൾ അവിടെ രാജ്യം സ്ഥാപിച്ചുകൊള്ളുക. പക്ഷേ ദൈവം പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങളെ സകല ദേശങ്ങളിലും കൂട്ടി നിങ്ങളെ സ്വന്തം ദേശത്ത് വരുത്തും. യുവർ ഓൺ ലാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്ന് അവരെ 2000 വർഷം മുമ്പ് ചെതറിച്ചെങ്കിൽ ദൈവം പറഞ്ഞു, ലോകം നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങൾ തന്നേക്കാം, ഞാൻ നിങ്ങളെ അവിടെ നിന്ന് കൂട്ടി നിങ്ങളുടെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. ഏതാണ് നടന്നത്? ഇത് ദൈവജനത്തിൻ്റെ കൃത്യത നമ്മളെ കാണിക്കുന്നു. ഇസ്രായേൽ മടങ്ങി വന്ന് കഴിഞ്ഞു. നമ്മൾ എസെക്കിയേൽ 38:8 വായിച്ചതാണ്. അവരെ എന്നാൽ അവർ ജാതികളിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കുമ്പോൾ നീ മഴക്കോൾ പോലെ കയറി വരും. ഇതാരാ കയറി വരുന്നത്? റഷ്യയും റഷ്യയുടെ കൂടെയുള്ള രാജ്യം. റഷ്യയാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇവിടെ ചില പേരുകളൊക്കെ പറയുന്നുണ്ട്. ഈ പേരുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കാം. എന്നാൽ എളുപ്പവഴി ഞാൻ പറയാം. നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, ഷേം, ഹാം, യാഫത്ത്. അവരുടെ മക്കളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ രോഷെന്ന് ഒഴിച്ച് ബാക്കി പേരുകളൊക്കെ അവിടെയുണ്ട്. ഉൽപ്പത്തി 10 പറയുന്നത് ടേബിൾ ഓഫ് നേഷൻസ്, രാഷ്ട്രങ്ങളുടെ പട്ടിക എന്നാണ്. നമ്മൾ അവിടെ എടുത്തു നോക്കിയാൽ പേരുകൾ കാണാം. രോഷ്, മോശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയണം. ഗോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന സാർ ചക്രവർത്തി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന സീസർമാരെന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രയോഗമാണ് ഗോഗ് എന്നുള്ള പേര്. ആ ഗോഗിന് അർത്ഥമുണ്ട്, ഡാർക്ക്നെസ് എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പേരുകൾ പറയുന്നവരുടെ പ്രഭുവാണ് രോഷ്, മോശക്, തൂബേൽ. ആരുടെ പ്രഭുവാണ്? രോഷ്, മോശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവാണ്. നമ്മൾ ഈ ഭാഗം അനലൈസ് ചെയ്യുമ്പോൾ രോഷ് എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. അറബി ഭാഷയിലും റോഷ് എന്നാണ് പറയുന്നത്, റഷ്യ. മോശക്, തൂബേൽ എന്ന് പറയുന്നത് ആ 2 പേരുകൾ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ആ സ്ഥലമെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലൊരു മാപ്പൊക്കെ ഉണ്ട്, പക്ഷേ അത് എങ്ങനെയെങ്കിലും നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നമ്മൾ എടുത്തു നോക്കിയാൽ ആ മാപ്പിൽ നമുക്ക് കാണാൻ കഴിയും. മോശക്ക് തൂബേൽ എന്ന് പറയുന്നത് ഇന്നത്തെ ടർക്കിയുടെ പ്രദേശമാണ്. ടർക്കിഷ് ആളുകളാണ്. ആ ടർക്കിഷ് ആളുകൾ അവരുടെ ആളുകളുടെയും റഷ്യയുടെയും, നമ്മൾ ഓർക്കണം, ഈ ടർക്കിഷ് ആളുകളിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്. മാഗോഗിൽ താമസിക്കുന്നവര് അവർക്ക് പറയുന്നുണ്ട് ടോഗർമ ഗൃഹം എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ടോഗർമ എന്നൊക്കെ പേര് നമ്മളിവിടെ കാണുന്നുണ്ട്. വടക്കേറ്റത്തുള്ള 6-ാം വാക്യത്തിൽ വടക്കേറ്റത്തുള്ള ടോഗർമ ഗൃഹം, അത് ടർക്കിഷ് ബ്ലഡുള്ള ഒരു കൂട്ടം രാഷ്ട്രങ്ങളുടെ പേരാണ്. അവിടേക്ക് ഞാൻ കടന്നു വരാം. എന്നാൽ ഈ പേരുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയും ഇത് റഷ്യയാണ്. ഇനി അതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഇവർ വരുന്ന ദിക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചിട്ട് പറയാം. ലോകത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്. ദ സെൻറ്റർ ഓഫ് ദ വേൾഡ്. 3 വാക്യങ്ങൾ എനിക്ക് എടുത്തു തരാം. എസെക്കിയേൽ 5:5,
എസെക്കേൽ 38 അതിൻ്റെ 11 വാക്യത്തിൻ്റെ അവസാനം അവർ മടങ്ങി വന്ന് ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം, ഭൂമിയുടെ മധ്യേ വസിക്കുന്നു. അതുപോലെ തന്നെ യെശയ്യാവ് 19 അവസാനത്തിലും വായിക്കുന്നു, ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ഇസ്രയേൽ. അപ്പം ഒരു ഭൂമിയുടെ മധ്യഭാഗം കിട്ടിയാൽ ഇനി വടക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ വടക്കാണ്, അതിൻ്റെ തെക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെക്കാണ്, കിഴക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ കിഴക്കാണ്. കേന്ദ്രം കിട്ടിയല്ലോ. ഇനി നമ്മൾ ഈ അധ്യായം വിലയിരുത്തുമ്പോൾ ഈ ആക്രമണം നടത്തുന്ന രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അതിൻ്റെ 15 വാക്യം നോക്കിക്കാട്ടെ. 15 നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയ മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ദൈവം എടുത്തു പറഞ്ഞു കണ്ടോ, നിന്റെ ദിക്ക്, നീ പാർക്കുന്ന ഇടം എവിടെയാണ്? വടക്കേ അറ്റം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത് എന്നാണ്. എന്തിന്റെ നോർത്താണ്? ഇസ്രയേൽ സെന്റർ ആണ്, ഇസ്രയേലിന്റെ അട്ടർമോസ്റ്റ് നോർത്ത്. ഒരു വാക്യം കൂടെ കാണിക്കട്ടെ, 39 2 വാക്യം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആരിലൊന്നിലെ ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. എടുത്തു പറഞ്ഞു, അവരെ വടക്കേ അറ്റത്ത് നിന്ന്, അട്ടർമോസ്റ്റ് നോർത്ത്, ഇസ്രയേലിന്റെ വടക്ക് രാജ്യങ്ങളുണ്ട്, ലെബനോന്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, സിറിയ ഒക്കെ അതിൻ്റെ വടക്ക് ഭാഗത്താണ്. എന്നാൽ ഇവിടെ പറയുന്നു അട്ടർമോസ്റ്റ് നോർത്ത്. ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കി, ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇസ്രയേലിന്റെ ഏറ്റവും വടക്കേ അറ്റം എന്ന് പറഞ്ഞാൽ റഷ്യ, അതിനപ്പുറത്തെ രാജ്യമില്ല. അപ്പോൾ ഈ ദിക്കിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ നിന്റെ ദിക്ക് വടക്കേ അറ്റം, അട്ടർമോസ്റ്റ് നോർത്ത്, ഏറ്റവും വടക്ക് നിന്നെ കൊണ്ടുവരും. അപ്പോൾ ഈ ദിക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് റഷ്യ ആണെന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും നമ്മൾ ഓർക്കണം, റഷ്യ ഈ പ്രവചനം നിവർത്തിക്കാൻ നമ്മൾ കണ്ടു 1917 അവിടെ റഷ്യൻ വിപ്ലവം ഉണ്ടായി. സാർ ചക്രവർത്തിമാരെ എല്ലാം കൊന്ന് കമ്മ്യൂണിസ്റ്റ് ഒരു ഭരണകൂടം അവിടെ സ്ഥാപിച്ച് അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ച് അമേരിക്ക വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഭയങ്കരമായ സൈന്യങ്ങളായി മാറിയപ്പോൾ ഈ പ്രവചനം ഇന്ന് നിവർത്തിക്കാൻ ഇസ്രയേൽ മടങ്ങി വന്നു കഴിഞ്ഞു. റഷ്യ ഒരുങ്ങിക്കഴിഞ്ഞു. റഷ്യക്ക് ഇവിടെ വായിക്കുന്നു 38:9 മേഘം പോലെ കയറി വരും, എയർഫോഴ്സ് ആണ്. 38:15 മഹാസൈന്യം, ആർമിയാണ്. ദാനിയേൽ 11:40 വളരെ കപ്പലുകളോടെ, നേവിയാണ്. ഈ 3 കാര്യങ്ങളും ഒരുപോലെ നിവർത്തിക്കുവാൻ ഒന്നാം ലോകയുദ്ധത്തിന്റെ ശേഷം റഷ്യ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഇസ്രയേൽ മടങ്ങി വന്നു. രണ്ടാം ലോകയുദ്ധം കഴിയുമ്പോൾ അവർ സ്വാതന്ത്ര്യമായി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈറ്റ് നോവിന്റെ ആരംഭം കുറിച്ചതും 1914 18 ഇടയ്ക്കാണ്. 1917 ഇസ്രയേലിന് മടങ്ങി വരുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടതും 1917 സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ച് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം സ്ഥാപിക്കുന്നതും. ഇത് ഗൗരവമല്ലേ? ഇത് വളരെ വളരെ ഗൗരവമല്ലേ? മാത്രമല്ല, ഏറ്റവും വടക്കേ അറ്റത്ത് നിന്നെ കൊണ്ടുവരും. ഒരു സ്കെയിലെടുത്ത് നമ്മൾ ആ ജെറുസലേമിൻ്റെ അവിടെ വെച്ചാൽ ഏറ്റവും വടക്കുള്ള ഏറ്റവും വലിയ സിറ്റി ഏതാണെന്നറിയാമോ? മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ആണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്തിനാണ് റഷ്യ ഇവിടെ വരുന്നത്? ഞാൻ ഇനിയും വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാം. ഈറ്റുനോവ് വർദ്ധിച്ച് കാലം അതിൻ്റെ അന്ത്യത്തിൽ വന്നപ്പോൾ ആ ഈറ്റുനോവ് കൂടി വന്ന്, ഞാൻ ഈ 2 അധ്യായങ്ങൾ മുഴുവൻ എടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്നാൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ റഷ്യയോടുകൂടെ മാർച്ച് ചെയ്ത് വരുന്ന രാജ്യങ്ങളുടെ പേര് 5-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു, ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമർ, അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേറ്റത്തുള്ള തോഗർമ്മഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളിൽ നിന്നോടുകൂടെ പുറപ്പെടുമാറാകും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹവും ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കുക. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ,
അണ്ടർലൈൻ ഇട്ട് സൂക്ഷിക്കുക. 2624 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞു. റഷ്യയോട് പറയുകയാണ്, റഷ്യയാണെന്ന് നമ്മൾ കണ്ടു, നീ അവർക്ക് മേധാവിയാകണം. യു ബി എ ലീഡർ. നിന്റെ നേതൃത്വത്തിൽ വേണം ഈ രാജ്യങ്ങൾ വരാൻ. ഇന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രങ്ങളുടെ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം രാജ്യങ്ങൾ. ഞാൻ ചോദിച്ചോട്ടെ, ആർക്ക് പറയാൻ കഴിയും 2600 വർഷം മുമ്പ് ആർക്ക് പറയാൻ കഴിയും കാലത്തിന്റെ അന്ത്യകാലത്തിൽ റഷ്യ ഇതുപോലെ പ്രബലമാകുമെന്നും റഷ്യയുടെ കൂടെ ഇന്ന രാജ്യങ്ങൾ ഒന്നിച്ചു കൂടി വരുമെന്നും ആർക്ക് പറയാൻ കഴിയും? ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും മനുഷ്യന് പറയാൻ കഴിയുമോ? ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനും അത് പറയാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ എൻ്റെ സഹോദരന്മാരെ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അത് പറയാൻ കഴിയും. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? നമ്മൾ നോക്കാം. വളരെ ദീർഘമായ ഒരു പഠനത്തിന് വിധേയപ്പെടേണ്ട ഒരു വസ്തുതയാണ് ഈ പേരുകൾ മാത്രം. ഈ പേരുകളെ പെറുക്കിയെടുക്കാൻ കഴിയും ബൈബിളിൽ നിന്ന്. എന്നാൽ ഞാൻ അതിൻ്റെയൊക്കെ തുനിയുന്നില്ല. ഞാൻ പറഞ്ഞു പോകാം. സംശയമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങളത് ദൂരീകരിച്ച് തരുവാനായിട്ട് ശ്രമിക്കാം. നമ്മളിവിടെ കണ്ടപ്പോൾ ഇവരോടൊത്ത് മാർച്ച് ചെയ്ത് വരുന്ന, റഷ്യയോട് കൂടെ മാർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ രാജ്യം പാർസികളാണ്. പാർസികൾ എന്ന് പറഞ്ഞാൽ പേർഷ്യ, ഇറാൻ. ലോകത്തിലെ ഇന്ന് നിങ്ങൾ ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമുള്ള വാർത്തകൾ ശ്രദ്ധിച്ചില്ലേ? റഷ്യ പരസ്യമായി ഇറാന് സപ്പോർട്ട് പ്രഖ്യാപിച്ചു. റഷ്യയുടെ ആയുധങ്ങൾ, മിസൈലുകൾ ഇറാന് കൊടുക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നടക്കുകയില്ലായിരുന്നു 79 മുമ്പ്. 1979 വരെ ഷാ ചക്രവർത്തിയാണ് അവിടെ ഭരിച്ചിരുന്നത്. ഷാ ചക്രവർത്തി രാജഭരണം നടന്നിരുന്നു ഇറാനിൽ. അന്ന് പാശ്ചാത്യ രാജ്യങ്ങളോടും ഇസ്രയേലിനോടും ഏറ്റവും വലിയ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നു ആ രാജ്യം. ഇറാനും അവരുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. എന്നാൽ ഈ പ്രവചനം നിവർത്തിക്കണമല്ലോ. റഷ്യയുടെ ചേരിയിൽ ആദ്യം വരേണ്ടത് ഇവരാണല്ലോ. എപ്പോഴാണ് അത് സംഭവിച്ചത്? 1979. നിങ്ങൾക്കറിയാം, അയത്തുള്ള ഖൊമേനി 1979 ഷാ ചക്രവർത്തി നാടുകടത്തപ്പെട്ടു. ആ രാജകീയ ഭരണത്തിന് അവസാനം വന്നിട്ട് ഇറാനിൽ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായി. ഒരു ഇസ്ലാമിന്റെ വിപ്ലവം അവിടെ ഉണ്ടായി. ആ പൊളിറ്റിക്കൽ ഒരു ഫോഴ്സായി, അതൊരു രാഷ്ട്രീയ ശക്തിയായി മാറി ഈ ഇസ്ലാമിക് റവല്യൂഷൻ. കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ പോലെ ഇസ്ലാമിക് റവല്യൂഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായി. പാരീസിൽ നാടുകടത്തപ്പെട്ട അയത്തുള്ള ഖൊമേനി വീണ്ടും ഇറാനിൽ മടങ്ങി വന്നു. എന്നാ അത് സംഭവിച്ചത് 1979. എത്ര വർഷമായി? 1979 അത് സംഭവിച്ചത്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, 45 വർഷം മുമ്പാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവോത്തരം പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, ഈറ്റുനോവിന് ആരംഭം കൂടുകയാണ്. 49 അയത്തുള്ള ഖൊമേനിയുടെ ഭരണം വരുന്നതും ഞാൻ ഓർപ്പിക്കട്ടെ. അത് മുസ്ലിം ലോകത്തെ രണ്ടായി തിരിച്ചതിൽ സുന്നികളും ഷിയകളും. ഷിയ മുസ്ലിംസ് ആണ് ഇറാനിലുള്ളത്. ഈ ഷിയ മുസ്ലിങ്ങൾക്ക് അപകടപൂർണമായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്. നിങ്ങൾ ചോദിച്ചേക്കാം, ഇറാൻ എന്തിനാണ് ഭീകരവാദികളായ ഹെസ്ബുള്ളയും ഭീകരവാദികളായ ഹമാസിനെയും ഭീകരവാദികളായ ഹൂത്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ 3 ഭീകരവാദികളെ മാത്രമല്ല, ലോകത്തിലുള്ള അനേക ഭീകരവാദികളെ പണം കൊടുത്ത് സഹായിക്കുന്നതാണ്. ആംസ് കൊണ്ടും പണം കൊണ്ടും സഹായിക്കുന്നതാണ് ആര്? ഇറാൻ. എന്താ അതിൻ്റെ കാരണം? അവരുടെ മതപരമായ വിശ്വാസമാണ്. എന്താണ് അവരുടെ മതപരമായ വിശ്വാസം? അവരുടെ മതപരമായ വിശ്വാസം നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. ഇസ്ലാം 2ആയി ഭാഗിക്കപ്പെട്ടു. ഒന്ന് സുന്നി മുസ്ലിങ്ങൾ, ഒന്ന് ഷിയ മുസ്ലിങ്ങൾ. അതായത് മുഹമ്മദ് നബിയുടെ മരണശേഷം ആര് ഭരിക്കണമെന്നുള്ളതിനുള്ള ബന്ധത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ ഷിയ മുസ്ലിങ്ങൾ അവർ പറയുന്നു മുഹമ്മദിന്റെ ഡിസെൻഡന്റായ
12ാമത്തെ മഹദി, അദ്ദേഹത്തിൻ്റെ പേരാണ് ഇമാം മഹദി. അദ്ദേഹം ഡിസപ്പിയർ ചെയ്ത്, കാണാതെ പോയി. അദ്ദേഹം 9th സെഞ്ച്വറിയിൽ ഈ ഡിസപ്പിയർ. അദ്ദേഹം ഒരു ബാലനായിരിക്കുമ്പോൾ കാണാതെ പോയി. പക്ഷെ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഹിഡൻ ഇമാം എന്നാണ് ഷിയകൾ പറയുന്നത്. ഹിഡൻ ഇമാം. ഈ ഇമാം മഹദി മടങ്ങി വരും. അവർ വിശ്വസിക്കുന്നു യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ കാലത്തിൻ്റെ അന്ത്യത്തിൽ ഈ ഇമാം മഹദി മടങ്ങി വരും. 12ാമത്തെ മഹദിയെ കാണാതെ പോയി. ആ മഹദി കാലത്തിൻ്റെ അന്ത്യത്തിൽ മടങ്ങി വരും. എന്നാൽ അപകടം അവിടെയല്ല. ഷിയകൾ വിശ്വസിക്കുന്നത് ഈ ഇമാം മഹദി മടങ്ങി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ അരാജകത്വം വർദ്ധിക്കുമ്പോഴാണ്. അരാജകത്വം വർദ്ധിക്കുമ്പോൾ അതിനെ ക്രമീകരിക്കാൻ, ഒരു സമാധാനപരമായ ലോകം സ്ഥാപിക്കാൻ, ഷിയകളുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഇമാം മഹദി മടങ്ങി വരും. ക്രിസ്ത്യാനികൾ പറയാറുണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തണം, യേശുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തണം. ഷിയകളുടെ ചിന്താഗതി അനുസരിച്ച് അവരുടെ ഇമാം മഹദി വരുന്നത് എപ്പോഴാ? ലോകത്തിൽ അരാജകത്വം വർദ്ധിക്കണം. അപ്പൊ മനസ്സിലായോ എന്തിനാണ് ഈ ഭീകരവാദങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്? ലോകത്തിൽ അരാജകത്വം ഉണ്ടാകട്ടെ, യുദ്ധമുണ്ടാകട്ടെ, കലാപങ്ങൾ ഉണ്ടാകട്ടെ. ഈ കലാപങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ഇമാം മഹദി അതിന്റെ പരിഹാരത്തിന് വരും. ഹേസൻ ദ കമ്മിങ് ഓഫ് ഇമാം മഹദി, 12th മഹദി. ഈ മഹദി മടങ്ങി വരാൻ അവര് ത്വരിതപ്പെടുത്തുന്നതാണെന്ത്? ഈ വിപ്ലവങ്ങളും ഈ തീവ്രവാദങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവർ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവർ വിശ്വസിക്കുന്നു ഇമാം മഹദി മടങ്ങി വരുമ്പോൾ യേശുക്രിസ്തു സെക്കൻഡ് ലെഫ്റ്റനന്റ് പോലെ ആയിരിക്കും എന്ന് അവർ പറയുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ വിശ്വാസത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയാം, വഞ്ചിക്കപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നിങ്ങളിത് നോക്കിയിരിക്കുമ്പോൾ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ ഒരാൾ മടങ്ങി വരും. ബൈബിളിന്റെ വെളിച്ചത്തിൽ അയാളുടെ പേര് എതിർ ക്രിസ്തു എന്നാണ്. ആന്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരം അല്ലെ ക്രിസ്തുവിനെ എതിർക്കുന്ന വ്യക്തി, അദ്ദേഹമാണ് ആന്റി ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന് മുന്നിൽ ഒരു ആന്റി എന്ന് പറയുന്ന പ്രിഫിക്സ്. ആ പ്രിഫിക്സിന്റെ അർത്ഥം ക്രിസ്തുവിന് പകരം, ക്രിസ്തുവിനോട് എതിർക്കുന്നവൻ. ഈ ആന്റി ക്രൈസ്റ്റ് വന്ന് ആദ്യത്തെ 3.5 വർഷം സമാധാനപൂർണമായ ഒരു ഭരണം കാഴ്ചവെക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കും ഇതാണ് ഇമാം മഹദി എന്ന് തെറ്റിദ്ധരിക്കും. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണിതെന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഞാനവിടെ നിർത്തട്ടെ. അതുകൊണ്ട് ഭീകരവാദത്തില് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്പ് IRGC ഇറാനിലുണ്ട്, ലെബനോനിൽ ഹെസ്ബുള്ളയും ഹൂത്തി മൂവ്മെന്റുമുണ്ട്, യമനിലുണ്ട്, ദ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് PMF, മറ്റ് ഷിയകളുടെ ഈ ഭീകരവാദ സംഘടനകൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. ആർക്കും പരിഹരിപ്പാൻ വയ്യാത്ത, ആർക്കും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത, ഇസ്രയേൽ ജീവിച്ചു പോകുവാൻ വേണ്ടി വളരെ പ്രയത്നിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അവരുടെ ഇടത്തും വലത്തും കിടക്കുന്നവരോട് അവർ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്. ഈ ഭീകരവാദികളെ അമർച്ച ചെയ്യാനാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ മുഹമ്മദ് റസ ഷാ ചക്രവർത്തിയെ നാടുകടത്തിയത് 79-ലാണ്. 79-ന്റെ ശേഷമാണ്, ഞാൻ ഓർപ്പിച്ചതുപോലെ 45 വർഷത്തിന് മുമ്പാണ് ഈ റാഡിക്കൽ ഇസ്ലാം, തീവ്രവാദ ഇസ്ലാം എന്ന് പറയുന്ന ആ ഭീകരവാദ പ്രവർത്തനം ലോകത്തിൽ ആരംഭിച്ചത്. ലോകത്തിൽ അതിനു മുമ്പേ മുസ്ലിം ഉണ്ടല്ലോ, ഏതാണ്ട് AD 600 തൊട്ടേ ഉണ്ടല്ലോ. അന്നൊന്നും ഈ പ്രശ്നങ്ങളില്ലല്ലോ. എന്നാൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് 1979-ന്റെ ശേഷമാണ്. മാത്രമല്ല അവരുടെ കൂട്ടുകെട്ടിൽ, ആദ്യം പറഞ്ഞ റഷ്യയുടെ കൂട്ടുകെട്ടിൽ പേർഷ്യൻസ്, പാർസികളാണ്. ഇന്ന് 79-ന് ശേഷം അത് കൃത്യമായി ഭവിച്ചു. രണ്ടാമത് എടുത്തു പറഞ്ഞ പേര് നോക്കാട്ടെ. രണ്ടാമത് എടുത്തു പറഞ്ഞ പേര് ഖൂഷ്. ചില ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ എത്യോപ്യ എന്ന. നമ്മൾ ഓർത്ത ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ ആ ഇസ്രയേലിനോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കയുടെ മുകൾ ഭാഗത്തുള്ള സ്ഥലമാണ്. ഈ കൂഷ് എന്ന് പറയുന്നതിനകത്ത്
പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതായത് പുരാതന ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന പ്രതലം സുഡാനുമുണ്ട്. ഇസ്ലാമിക് സുഡാൻ, നോർത്തേൺ റിപ്പബ്ലിക് സുഡാൻ, അത് റാഡിക്കൽ ഇസ്ലാമാണ് ഭരിക്കുന്നത്. എത്യോപ്യ ഹെയ്ലി സെലാസി ചക്രവർത്തി മാറി. അവിടം വാസ്തവത്തിൽ ഇന്ന് ഭീകരവാദത്തിൻ്റെ ഒരു പ്രതലമാണ്. മൂന്നാമത് പറഞ്ഞു പൂത്യര്. ഭൂത്ത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ലിബിയ എന്ന് തന്നെയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ഈജിപ്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കുന്ന അൾജീരിയ, ട്യുണീഷ്യ മുതലായ രാജ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടും. അൾജീരിയ, ട്യുണീഷ്യ, ലിബിയ, അതുപോലെ തന്നെ എത്യോപ്യ, അതുപോലെ സുഡാൻ്റെ ഒരു ഭാഗം. പിന്നീട് നമ്മൾ വായിക്കുന്നു ഗോമര്. ഏതാണ് ഈ ഗോമര്? ഈ ടർക്കി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സെൻട്രൽ പോർഷനിലുള്ള സ്ഥലമാണ്. ഗലാത്യർ എന്ന് നമ്മൾ പറയുന്ന ഭാഗമാണ് ഇവിടെ വായിക്കുന്ന ഗോമര്. അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും. പിന്നീട് നമ്മൾ ഓർക്കണം വടക്കേ അറ്റത്തുള്ള തോഗർമഗൃഹം. വടക്കേ അറ്റത്തുള്ള തോഗർമഗൃഹം നമ്മൾ ഓർക്കണം, റഷ്യ വടക്കേ അറ്റത്താണ്. നമ്മൾ കണ്ടു റഷ്യയിലെ USSR തകർന്നുപോയി. അവിടെ കമ്മ്യൂണിസം തകരുന്നു. കമ്മ്യൂണിസം തകരുമ്പോൾ 1991 ഏതാണ്ട് 7 പുതിയ ഇസ്ലാമിക് രാജ്യങ്ങളുണ്ടായി. അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കിമിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചെച്ചൻസ്, ഇങ്ങനെയുള്ള 7 പുതിയ രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങളുണ്ടായി. ഇനി അവരെക്കുറിച്ച് പഠിച്ചാൽ അവർ ഇസ്ലാം എന്ന് മാത്രമല്ല, ബെയ്ത്ത് തോഗർമ, ബെയ്ത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹൗസ് എന്നാണ്. ഹൗസ് ഓഫ് ടോഗർമ, ടർക്കിഷ് ബ്ലഡ് ഉള്ള ഒരു കൂട്ടം രാജ്യങ്ങൾ. ഇവര് നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കി, ടർക്കിയുടെ ഭാഗത്തു നിന്ന് കുടിയേറി പാർത്തവരാണ്. ദേ ഹാവ് ടർക്കിഷ് ബ്ലഡ്. ദൈവവചനം എത്ര കൃത്യമാണെന്ന് നോക്കി. എന്നിട്ട് റഷ്യയോട് പറഞ്ഞു, പല ജാതികളും ഉണ്ട്, നീ അവർക്ക് മേധാവിയാകുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2624 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം റഷ്യ എന്ന് പറയുന്ന രാജ്യം നേതൃത്വം കൊടുത്ത് ഒരു കൂട്ടം രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞു. നീ അവർക്ക് മേധാവിയാകണം. നീയും ഇവരും കൂടെ ഇസ്രയേലിനെ അവസാനത്തിൽ ആക്രമിക്കും. ഞാൻ ചൂണ്ടിക്കാണിക്കാം എപ്പോഴാണ് ആക്രമിക്കുന്നതെന്നൊക്കെ. എന്നാൽ ഈ രാജ്യങ്ങളെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു. എന്നാൽ ഇവരാക്രമിക്കുമ്പോൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം നമുക്ക് ചിന്തനീയമായ മറ്റൊരു ഭാഗം ഞാൻ എടുക്കട്ടെ. ഇവരാക്രമിക്കുമ്പോൾ ഇവരോട് എതിർത്ത് സംസാരിക്കുന്ന ഇസ്ലാമിക് രാജ്യങ്ങളെ കാണിക്കുന്നു ഇവിടെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ പറയട്ടെ, ഇസ്രയേൽ 5 പ്രത്യക്ഷമായ യുദ്ധമുണ്ടായി. 1948 സ്വതന്ത്രമായി 13 മാസം യുദ്ധമുണ്ടായി. ചുറ്റുമുള്ള അറബി രാജ്യങ്ങളെല്ലാം കൂടെ വളഞ്ഞു. 1956 യുദ്ധമുണ്ടായി. 1967 യുദ്ധമുണ്ടായി. അന്നും അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി. 1973 യോം കിപ്പർ യുദ്ധം, 82 ലെബനോൻ യുദ്ധം. ഇവിടെയെല്ലാം അറബി രാജ്യങ്ങൾ അവർക്ക് എതിരായി നിന്നു. ഒന്നുകിൽ സൈന്യങ്ങളെ അയച്ചു, അല്ലെങ്കിൽ അവർക്കെതിരായി സംസാരിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ ആയുധങ്ങൾ കൊടുത്തു, പണം കൊടുത്തു. ഇസ്രയേലിന് എതിരായിട്ട് ഈ അറബി രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന യുദ്ധത്തിൽ, ഇന്ന് ഇസ്രയേൽ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ മൗനമായിരിക്കുന്നു. ഇസ്രയേലിന് അതിന് അവകാശമുണ്ടെന്ന് പറയുന്നു. ഞാൻ അറബി രാജ്യത്തു നിന്നുള്ള ഒരു പത്രപ്രവർത്തകൻ ഒരു അറബി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അത്ഭുതം തോന്നും. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ, ബഹ്റിൻ, UAE, ഒമാൻ മുതലായ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ മൗനമായി ഇറാന്റെ പക്ഷത്തിൽ ചേരാതെ, റഷ്യയുടെ പക്ഷം ചേരാതെ ഈ രാജ്യങ്ങൾ നിൽക്കുന്നത്? 2624 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം രണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോക്കുക. നിങ്ങൾ കണ്ടു, റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്ന രാജ്യങ്ങളുടെ പേരുകൾ ഞാൻ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ യുദ്ധം നടക്കുമ്പോൾ 13-ാം വാക്യം,
ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിക്കുവാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നതെന്ന് പറയും. ശബ്ദമുയർത്തുകയാണ്. ആദ്യമേ ഞാൻ ഓർപ്പിക്കട്ടെ, ആരാണ് ഈ ശേബയും ദെദാനും? ഞാൻ എടുക്കാം. ബൈബിള് അത്ഭുതകരമായൊരു ഗ്രന്ഥം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുകളും അവിചാരിതമായി പറഞ്ഞിട്ടുള്ളതല്ല. എന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ഞാൻ അപഗ്രഥിക്കാൻ പോവുകയാണ്. ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും ഈ പറഞ്ഞ റഷ്യയുടെ കൂടെ വരുന്ന തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങളുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു. നീ കൊള്ളയിടുവാനാണോ വന്നത്? നീ കവർ ചെയ്യാനാണോ വന്നത്? ഈ സമൂഹം എല്ലാം കൂടെ കൂടിയിരിക്കുന്ന അതിനാണോ? ഇസ്രായേലിനെ കൊള്ളയിടുവാനാണോ വന്നതെന്ന് ഇവർ ശബ്ദമുയർത്തി ചോദിക്കുന്നു. ആദ്യം എടുത്ത് പറഞ്ഞു ശേബയും ദെദാനും. ആരാണിത്? നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ എടുക്കാം. അതിൻ്റെ 25-ാം അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 25. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കിയപ്പോൾ എനിക്കുണ്ടായ വികാരങ്ങൾ പറയുവാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിച്ചു. അബ്രഹാം വീണ്ടും ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചു, ഭാര്യയായിട്ടെടുത്തു. അവളുടെ പേരാണ് കെത്തൂറ. 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെത്തൂറ എന്ന് പേർ. അവൾ സിമ്രാൻ, യൊക്താൻ, മേദാൻ, മിദ്യാൻ, ഇസ്ബാഖ്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. 6 ആൺമക്കളുടെ പേര് പറഞ്ഞു. അബ്രഹാം കെത്തൂറ ബന്ധത്തിൽ 6 ആൺമക്കളുണ്ടായി. 2-ാമത്തെ മകന്റെ പേരെന്നാണ് യൊക്താൻ. ഇനി യൊക്താന്റെ പിള്ളേരെ വായിക്കാൻ പോവുകയാണ്. 3-ാം വാക്യം. യൊക്താൻ ശേബയും ദെദാനെയും ജനിപ്പിച്ചു. കണ്ടോ, അബ്രഹാമിൻ്റെയും കെത്തൂറയുടെയും ബന്ധത്തിൽ 6 മക്കൾ ഉണ്ടായപ്പോൾ 6 ആൺകുട്ടികൾ. 2-ാമത്തെ ആൺകുട്ടിയാണ് യൊക്താൻ. യൊക്താൻ ഉണ്ടായ മക്കളിൽ ശേബയും ദെദാനെയും ജനിപ്പിച്ചു യൊക്താൻ. അപ്പോൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്, ആരാണ് ഈ ശേബയും ദെദാനും? നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 5-ാം വാക്യം. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസാക്കിന് കൊടുത്തു. അബ്രഹാം എവിടാ പാർക്കുന്നത്? ബർഷേബ. എവിടെയാണ് ബർഷേബ? ബർഷേബ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ബർഷേബ എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിന്റെ ഏതാണ്ട് മധ്യഭാഗമാണ്. നെഗവ് മരുഭൂമിയുടെ തുടക്കത്തിലാണ്. അബ്രഹാം അവിടെ പാർക്കുകയാണ്. അവിടെ പാർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. യൂഫ്രട്ടസ് നദി മുതൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി മുതൽ യൂഫ്രട്ടസ് വരെയുള്ള നദി ഞാൻ നിനക്ക് നിത്യമായ അവകാശത്താൽ നിനക്ക് നിന്റെ സന്തതിക്കും തന്നതാണ്. ഞാൻ ആ ഭാഗങ്ങൾ എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആ സ്ഥലം ആർക്ക് കൊടുത്തു? അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിന് കൊടുത്തു. സാറയിൽ ജനിച്ച ഏക മകൻ ഇസ്ഹാക്ക്. ബാക്കിയുള്ള മക്കൾക്കോ? അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. വെപ്പാട്ടികൾ സാറയെ കൂടാതെ 2 പേരുണ്ട്, അല്ലെങ്കിൽ ബഹുവചനം വരില്ല. ഒന്ന് ഹാഗർ, മറ്റൊന്ന് കെത്തുറ. ഹാഗറില് ഇസ്മയേൽ ഉണ്ടായി. ഇസ്മയേലിന് എത്ര മക്കളുണ്ടായി? നാം 25-ാം അധ്യായത്തിന്റെ അതിൻ്റെ 16-ാം വാക്യം, 14 തൊട്ട് വായിക്കണം. 16-ാം വാക്യം. 12 പ്രഭുക്കന്മാരായ ഇസ്മയേലിന്റെ പുത്രന്മാർ. അപ്പം നമുക്ക് സാധാരണ യാക്കോബിന് 12 മക്കളുണ്ടെന്നേ അറിയത്തുള്ളൂ. എന്നാൽ ഇസ്മയേലിന് 12 മക്കളുണ്ടായി. ഇസ്ഹാക്ക് കൂടാതെ ഹാഗറിൽ ഇസ്മായേലിന് 12 മക്കൾ. കെത്തൂറയിലെ 6 ആൺമക്കൾ. അവരുടെ മക്കളെ അബ്രഹാം ഇവരെയൊക്കെ എന്തോ ചെയ്തു? ഇവർക്ക് ദാനങ്ങളെ കൊടുത്തു, പ്രസന്റ്. എന്നിട്ട് അബ്രഹാം എന്ത് ചെയ്തു? ഇവിടെ വായിക്കുന്ന കണ്ടോ, അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തിലേക്ക് അയച്ചു. നോട്ട് ചെയ്യുക,
ഇസ്രയേലിന്റെ കിഴക്ക് ഭാഗം, ആ ഭാഗം ഏതാണ്? ഇസ്രയേലിന്റെ കിഴക്ക് ഭാഗം നിങ്ങൾ എടുത്തു നോക്കിയേ. ഇസ്രയേലിന്റെ പ്രദേശം ഇസാക്കിന് കൊടുത്തു. അതിന്റെ കിഴക്ക് ഭാഗം അറേബ്യൻ മരുഭൂമിയാണ്. അറേബ്യൻ മരുഭൂമി. എന്തിനാണ് ഈ അറേബ്യൻ മരുഭൂമിയിലോട്ട് പറഞ്ഞയച്ചത്? എനിക്കെടുക്കാൻ നേരമില്ല. അബ്രഹാമിന്റെ കസിൻസ് ഒക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. എനിക്ക് തിരുവചനത്തിന് തെളിയിച്ചു തരാൻ കഴിയും. തനിക്കതറിയാം. അതുകൊണ്ട് ഈ മക്കളെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ അറേബ്യൻ മരുഭൂമിയിൽ വന്നു. അവർ താഴോട്ട് ഏതാണ്ട് യമന്റെ പ്രദേശം വരെ ജീവിച്ചു. അവരുടെ പിൻഗാമികളാണ് എവിടെ ജീവിക്കുന്നത്? അവരുടെ പിൻതലമുറകളാണ് എവിടെ ജീവിക്കുന്നത്? ഇന്ന് അറേബ്യൻ മരുഭൂമിയിൽ കാണുന്ന സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, ഒമാന്, യമന് മുതലായ സ്ഥലങ്ങളുണ്ടല്ലോ. ഇതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ, ബഹ്റിൻ, UAE മുതലായ സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിലാണ് നമ്മളിപ്പം വായിച്ച ശേബയുടെയും ദേദാന്റെയും മക്കൾ പാർത്തത്. അവരാരാ? സുന്നി മുസ്ലിങ്ങളാണ്. അവര് സുന്നി മുസ്ലിങ്ങളാണ്. ഇനി ശ്രദ്ധിച്ചോണം. ഇവര് ഇസ്രയേലിനുള്ള ബന്ധത്തിൽ പഴയ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടവരാണ്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. 2020 4 വർഷം മുമ്പ് ഓഗസ്റ്റ് മാസം 2020 ഓഗസ്റ്റിൽ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് UAE ഗവൺമെന്റും ഇസ്രയേലുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി. യാതൊരു നയതന്ത്ര ബന്ധവുമില്ലായിരുന്നു. ഞാനൊരു അറബ് രാജ്യത്ത് ജീവിച്ചതാണ് 18 വർഷം. എനിക്കറിയാം അവിടെ സാധനങ്ങൾ ഏറിയ പങ്കും ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ്. ഓരോ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴും ബാങ്കിൽ LC ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഇസ്രയേലി ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ് വേണം. ഇസ്രയേൽ ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ഇതുണ്ടാക്കിയിട്ടില്ല, ഇസ്രയേലുമായിട്ട് ബന്ധമില്ല എന്ന് കാണിക്കുന്ന ഇസ്രയേൽ ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ് വേണം. കാരണം ഇസ്രയേൽ ഉണ്ടാക്കുന്ന ഒന്നും ഇറക്കുമതി ചെയ്യത്തില്ല. എന്നാൽ കാര്യങ്ങൾ തിരിച്ചു മറിഞ്ഞു. ഈ സുന്നി മുസ്ലിങ്ങൾ താമസിക്കുന്ന, ശേബയും ദേദാന്റെയും മക്കൾ താമസിക്കുന്ന അവര് 2020 ഓഗസ്റ്റില് അബ്രഹാമിക് അക്കോർഡ് ഉണ്ടാക്കി. സൗന്മാരെ, ഇന്ന് അബുദാബിയിൽ ഒരു ഐലൻഡിൽ 3 ഒരു മോസ്ക്, ഒരു ചർച്ച്, ഒരു ടെമ്പിൾ, യഹൂദന്റെ ടെമ്പിൾ 3 ഉയർന്നു കഴിഞ്ഞു. ഞങ്ങളൊക്കെ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ഇസ്രയേൽ ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. 2020 കഴിഞ്ഞു. 2021 ഒരു വർഷത്തിനുള്ളിൽ ഓഗസ്റ്റ് 2021 ആയപ്പോൾ ഞാൻ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കി 5000 റെസിഡന്റ് വിസ യഹൂദന്മാർക്ക് UAE ഗവൺമെന്റ് കൊടുത്തു. അത് കൂടാതെ അനേകം വിസിറ്റിംഗ് വിസകൾ കൊടുത്തു. പരസ്പരം ഫ്ലൈറ്റുകൾ ആരംഭിച്ചു, എംബസികൾ തുടങ്ങി, അന്യോന്യം വൈദഗ്ധ്യങ്ങൾ, കൃഷി വിദഗ്ധന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു, ഹോസ്പിറ്റലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിങ് കൊടുക്കുന്നു. ഞാൻ വായിച്ചു, ഒരു ഇസ്രയേൽ സ്ത്രീ, അവരുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇസ്രയേലി വുമൺ മൻഷാപ്പ്, അവരുടെ ഒരു കിഡ്നി ഒരു അറബിന് അബുദാബിയിലുള്ള ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്തു. ഒരിക്കലും നടക്കില്ല. ഈ രാജ്യങ്ങൾ അടുത്തായിട്ട് വായിക്കട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്ന വേറെ ഒരു കാര്യം, അവര് ആരുടെ പക്ഷത്തിലാണെന്ന് നോക്കട്ടെ. നമ്മൾ വാക്യം ഒന്ന് നോക്കാം. ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും. ആരാണ് ഈ തർശീശ് വർത്തകന്മാർ? മർച്ചൻസ് ഓഫ് തർശീഷ് എന്നാണ്. തർശീഷിന്റെ വ്യാപാരികൾ. ഇനി അവർ വ്യാപാരം ചെയ്തത് എന്താണെന്ന് ഞാൻ കാണിക്കാം, വചനത്തിൽ തന്നെ കാണിക്കാം. നോക്കുക, എസെക്കിയേൽ പ്രവചനം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. എസെക്കിയേൽ പ്രവചനം 27-ാം അധ്യായം എടുക്കാം. എസെക്കിയേൽ പ്രവചനം 27 12-ാമത്തെ വാക്യം. ടയർ എന്ന് പറയുന്ന, സോർ എന്ന് പറയുന്ന ഒരു തുറമുഖത്തോട് വ്യാപാരം ചെയ്തവരുടെ പേരുകളാണ്. അവർ കൊണ്ടുവന്ന ചരക്കുകൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ദൈവം പറയുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 12-ാം വാക്യം, തർശീഷ്
എസെക്കിയേൽ 27:12. തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരികളായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. അപ്പം തർശീശുകാർ വ്യാപാരം ചെയ്തത് കപ്പലിലാണ്. ആ കപ്പലിൽ കൊണ്ടുവന്ന സാധനങ്ങൾ എന്താണ്? ഇരുമ്പും വെള്ളീയവും കാരീയവും ടിന്നും ഒക്കെയാണ്, മെറ്റൽസ്. ബ്രിട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? ബ്രിട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫിനീഷ്യൻ ലാംഗ്വേജിൽ ബാരിറ്റാനിയ എന്ന് പറഞ്ഞാൽ കൺട്രി ഓഫ് ടിൻ എന്നാണ്. ടിന്നിൻ്റെ രാജ്യം. അവർ വ്യാപാരം ചെയ്തത് അതാണ്. മാത്രമല്ല അവര് ദ്വീപുകളാണ്, കപ്പലുകൾ. ഏതാണ്ട് 10 പ്രാവശ്യം അവരുടെ കപ്പലുകളെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഐലൻഡ് ഓഫ്, ജാതികളുടെ ദ്വീപുകൾ. ഉൽപ്പത്തി പുസ്തകം 10:5 അങ്ങനെ കപ്പലുകളുണ്ട്. കപ്പലുകളിലാണ് ഈ സോർ എന്ന് പറയുന്ന തുറമുഖത്ത് വന്ന് വ്യാപാരം ചെയ്തത്. ഒരു കാര്യം തീർത്ത് പറയട്ടെ, ആരാണ് ഈ തർശീശ് വർത്തകന്മാർ? ബ്രിട്ടീഷുകാർ. ഇനി ബ്രിട്ടീഷുകാർ മാത്രമല്ല, തർശീശ് വർത്തകന്മാരും അതിൻ്റെ സകല ബാലസിംഹങ്ങളും. അതെന്താ ഈ ബാലസിംഹങ്ങൾ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഉണ്ടായി? 17-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഓർക്കണം, അമേരിക്കയിൽ ആരാ പാർത്തിരുന്നത്? തലയിൽ തൂവലൊക്കെ വെച്ചിരുന്ന റെഡ് ഇന്ത്യൻസാ പാർത്തിരുന്നത്. അവിടെ വെള്ളക്കാരൊന്നും ഇല്ലായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ 1776 37 ദശലക്ഷം യൂറോപ്യൻസ്, ബ്രിട്ടീഷുകാര് അമേരിക്കയിൽ കുടിയേറുകയാണ്. 13 കോളനികൾ ഉണ്ടാക്കി. ഓസ്ട്രേലിയയിലെ 1788 11 കപ്പല് ബ്രിട്ടീഷുകാരെ കൊണ്ട് ചെന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, കാനഡ, ഇതൊക്കെ ആരാ? ഈ തർശീശ് വർത്തകന്മാരുടെ ബാലസിംഹങ്ങളാണ്. അവരിൽ നിന്ന് ജനിച്ചവരാണ് ഇതൊക്കെ. എൻ്റെ സഹോദരന്മാരെ, വചനം കണ്ടോ? ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ പറഞ്ഞ സൗദിയുടെയും കുവൈറ്റിൻ്റെയും ഈ UAEയുടെയും ഒക്കെ എണ്ണപ്പാടങ്ങൾ ആരാ കണ്ടുപിടിച്ചത്? അമേരിക്കയും ബ്രിട്ടീഷുകാരും. അവിടെ നമ്മൾ നോക്കിയേ, ഷെല്ലും അമേരിക്കൻ കമ്പനികളൊക്കെയാണ്, ഓയിൽ കമ്പനികളാണ് വർക്ക് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചത് ഇവരാണ്. മാത്രമല്ല ആ എണ്ണക്കിണറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? അമേരിക്കൻസും ബ്രിട്ടീഷുകാരുമാണ്. നിങ്ങൾക്കറിയാം, സാദം ഹുസൈൻ അവിടെ കുവൈറ്റിൽ കയറി പിടിച്ചപ്പോൾ സാദം ഹുസൈനെ ഓടിച്ചതും ഇവരാണ്. അപ്പോൾ ഈ അറബി രാജ്യങ്ങൾ, ഈ സുന്നി രാജ്യങ്ങൾ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ബഹ്റിൻ മുതലായ രാജ്യങ്ങളുണ്ടല്ലോ, ഷേബയും ദേദാനും, അവർ ബ്രിട്ടീഷുകാരോടും അമേരിക്കക്കാരോടും അഭേദ്യമായ ബന്ധത്തിൽ നിൽക്കുന്നു. അവിടെയൊക്കെ അവരുടെ ബേസിസ് ആണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധവിമാനങ്ങൾ കിടക്കുന്ന ബേസിസ്. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഞാൻ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 2624 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി റഷ്യയോട് പറഞ്ഞു, നീ അവർക്ക് മേധാവിയായിരിക്കുക, യു ബി എ ലീഡർ. നിന്റെ ലീഡർഷിപ്പിൽ വരുന്നത് നമ്മൾ കണ്ടു. പേർഷ്യ, എത്യോപ്യ, സുഡാന്, ലിബിയ, ട്യൂണീഷ്യ, അൾജീരിയ, അതുപോലെ തന്നെ ടർക്കി, ഈ മുതലായ തീവ്രവാദ ഇസ്ലാമിക് ചിന്താഗതിയുള്ളവർ, പല ജാതികൾ, സിറിയയും ഒക്കെ വരും. കൃത്യമായിട്ടതായില്ലേ? 1979 നമ്മൾ ഓർത്തതുപോലെ ഈ ഭീകരവാദ ഇസ്ലാം, ഷിയായിറ്റ് ഇസ്ലാമിൻ്റെ ഭീകരവാദം നമ്മൾ കാണാൻ തുടങ്ങിയത്. എന്നാൽ മറുഭാഗത്ത് അതിനെ എതിർത്തുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നവര് ഷേബയും ദേദാനും തർശീശ് വർത്തകന്മാരും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഈ അറേബ്യൻ നാട്ടിലെ മരുഭൂമിയിൽ പാർക്കുന്നവർ അവര് സംസാരിക്കുന്നത് നമ്മൾ കാണും. ഇന്ന് അറേബ്യൻ മരുഭൂമിയിൽ പാർക്കുന്നവര് അവര് ആരൊക്കെയാണെന്നറിയാമോ? ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ, ഞാൻ എന്നിട്ട് അവസാനിപ്പിക്കാൻ നോക്കാം. ജെരമ്യാ പ്രവചനം 25-ാം അധ്യായം ഞാൻ ഓർപ്പിച്ചു. ഈ കെത്തൂറയുടെ മക്കള് അങ്ങോട്ട് പോയി, ഹാഗറിന്റെ മക്കൾ അങ്ങോട്ട് പോയി. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ചിലരൊക്കെ. അവിടെ ജെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു:
എല്ലാ അരാബ്യ രാജാക്കന്മാരും, ഓൾ ദ കിങ്ഡം ഓഫ് അറേബ്യ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ഓൾ ദ കിങ്ഡം ഓഫ് അറേബ്യ, അവരെ കുറിച്ച് പറയുന്നത് നോക്കിയാട്ടെ. എല്ലാ അറേബ്യ രാജാക്കന്മാരെയും, മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും, സകല സമ്മിശ്ര രാജാക്കന്മാരെയും. എത്ര കൃത്യമാണ്! അവരെ മരുഭൂമിയിൽ വസിക്കുന്ന രാജാക്കന്മാർ, അവര് മിക്സഡ് ആയിട്ടുള്ളവര്. ദേ ആർ ദ കിങ്സ് ഓഫ് അറേബ്യ. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഈറ്റുനോവുണ്ടായി. ദൈവപുത്രൻ പറഞ്ഞു, അത് മുന്നോട്ട് പോയി. ഇന്ന് പറഞ്ഞതുപോലെ 2 ചേരികളായി ലോകം തീർന്നപ്പോൾ ആ ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ 2 ചേരികളായി മാറുന്നു. സുന്നി രാജ്യങ്ങൾ, അവര് അമേരിക്കയോടും ബ്രിട്ടനോടും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാതെ നിൽക്കത്തക്കവണ്ണം നമ്മൾ കണ്ടു. അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ചത് അത്ഭുതമല്ലേ? 2020 ഓഗസ്റ്റില്. മറുഭാഗത്ത് 1979 ആ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായി. തീവ്രവാദ ഇസ്ലാമിന്റെ ഫലമായി ഇവിടെ പറഞ്ഞ ഒരു കൂട്ടം രാജ്യങ്ങൾ റഷ്യയോട് ചേർന്ന് കൂടായി കഴിഞ്ഞു. 2 ചേരികൾ. 2624 വർഷം മുമ്പ് ദൈവം പറഞ്ഞത് ആശ്ചര്യമായി സംഭവിച്ചിരിക്കുന്നു. ഈ പ്രവചനം നിവർത്തിക്കേണ്ടത് എപ്പോഴാണ്? അന്ത്യകാലത്തിൽ, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ്. ഞങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ വചനം എത്ര സത്യമാണ്, എത്ര കൃത്യമാണ്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മൾ ജീവിക്കുന്നത് യേശുക്രിസ്തു വരുന്നതിന് അല്പം മുമ്പുള്ള സമയങ്ങളിലാണ്. ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച, അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരെ അവൻ സ്വീകരിപ്പാൻ മധ്യാകാശത്തിൽ വരും. വലിയ യുദ്ധങ്ങളുണ്ടാകും, വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ കർത്താവ് വാക്ക് പറഞ്ഞു, ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും, നമ്മളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കും. നാം അവൻ്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഉത്പ്രാവണത്താൽ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എടുത്തുകൊള്ളപ്പെടും. ഞാൻ ഇന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ട നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇത്ര കൃത്യമായി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നടക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടുവെങ്കിൽ ഏത് സമയവും കർത്താവ് വന്ന് നമ്മളെ ചേർക്കാം. നമ്മളെ ചേർത്ത ശേഷം 3 ലോകമായുദ്ധം നടക്കണം. 3ാമത്തെ ലോകമായുദ്ധം നടക്കും. ഈ യുദ്ധമാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഇനി നമുക്ക് അതെപ്പോൾ നടക്കും, എന്തിനു വേണ്ടി നടക്കുമെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ഇന്നുവരെയും രക്ഷിക്കപ്പെട്ട ഒരു ഉറപ്പില്ലാത്ത വ്യക്തിയാണെങ്കിൽ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളത് അംഗീകരിക്കണം, നിങ്ങളത് സ്വീകരിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു പൈതലാണെന്ന് ഉറപ്പുവരുത്തണം. കാരണം ധൈര്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. ദൈവം അതിന് നിങ്ങൾക്ക് കൃപ തരട്ടെ. രക്ഷിക്കപ്പെട്ട നമ്മൾ എത്ര ഒരുങ്ങി ജീവിക്കണം, ഉണർന്ന് പ്രാർത്ഥിച്ച് ഈ കർത്താവിനോട് കൂടെ നമ്മുടെ ജീവിതം ചെലവഴിപ്പാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വം.